കംപ്ലീറ്റ് ആ കാല് ആ മുട്ടിൻ്റെ താഴോട്ട് ഫുള്ള് ചലനമറ്റ് പോയതായിരുന്നു. നല്ല രീതിക്ക് ഞാൻ എൻ്റെ വേദനയും കംപ്ലീറ്റ് എല്ലാം മാറി. ഇനിയിപ്പോൾ ഈ കാലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഞാൻ കുമളി ആനവിലാസം എന്ന് പറയുന്ന ഭാഗത്ത് താമസിക്കുന്നതാണ്. കഴിഞ്ഞ 18-ാം തീയതി വൈകിട്ട് രാത്രി ഒരു 10-11 മണിയോടുകൂടി എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയായിരുന്നു. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഓടിക്കുകയാണ്. സ്വന്തമായിട്ട് ഓട്ടോ ഉണ്ടായിരുന്നു. ഞാനിതുപോലെ ഒരു കൊച്ചിനെ കൊണ്ട് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അവർ ഓട്ടം വിളിച്ചിട്ട് ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്നെല്ലാം മേടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതൊരു ജീപ്പുകാരന് റോങ് സൈഡിൽ കൂടെ വന്ന് ഞങ്ങളെ ഇടിച്ച് ഇടുമായിരുന്നു. ഞങ്ങളുടെ കൂടെ എൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ബാക്കി 3 പേർക്കും കൂടെ പരിക്കുണ്ടായിരുന്നു. എനിക്ക് നല്ല പരിക്കായിട്ട് ഇവിടെ കൊണ്ടുവന്ന് മാർസ്ലിവേലാണ് വന്നത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തൽക്കാലം ഫസ്റ്റ് എയ്ഡ് മാത്രം വെച്ച് നേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമായിരുന്നു. ഇവിടെ വന്നാണ് എൻ്റെ കാലിന്, ഇടത് സൈഡിലെ കാലിന് ഫുൾ ഇഞ്ചറി ആയിരുന്നു. എൻ്റെ ഞരമ്പ് വരെ കട്ടായി പോയി. എല്ലാം കംപ്ലീറ്റ് ആ കാല് ആ മുട്ടിൻ്റെ താഴോട്ട് ഫുള്ള് ചലനമറ്റ് പോയതായിരുന്നു. അതുപോലെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നത് ഡോക്ടർ ജിബിൻ്റെ അണ്ടറിലായിരുന്നു. നല്ല കഴിവുള്ള ഡോക്ടർമാരെല്ലാം ആണ്. ഓർത്തോയുടെ സിജോ സാറാണെങ്കിലും വന്ന് എല്ലാം എൻ്റെ കാലിൻ്റെ കമ്പി ഇട്ട് ഇപ്പം പ്ലാസ്റ്റിക് സർജറി, അതുപോലെ അശ്വതി മാഡം. അതുപോലെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എല്ലാം മാറി എന്നെ നോക്കാനായിട്ട് ഒരു ദിവസം ഒരു 5-6 ഡോക്ടർമാരെങ്കിലും വരുന്നുണ്ടായിരുന്നു. മസ്റ്റായിട്ടും എനിക്ക് എന്നാ ബുദ്ധിമുട്ടുള്ള ചോദിച്ചാൽ അപ്പോൾ അതിനോട് വെച്ച് ഇപ്പം നല്ല രീതിക്ക് ഞാൻ എൻ്റെ വേദനയും കംപ്ലീറ്റ് എല്ലാം മാറി. ഇനിയിപ്പോൾ ഈ കാലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടുത്തെ നേഴ്സിങ്ങിനെ കുറിച്ച് എൻ്റെ സഹോദരിമാർ എന്നെ ഇത്ര നാളും അവർ സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ നോക്കുന്നവരെ നോക്കി എനിക്ക് അവരോടെല്ലാം നന്ദിയുണ്ട്. അതുപോലെ രാവിലെ എന്നെ തുടച്ച് വൃത്തിയാക്കി എനിക്ക് അവരോട് എടുത്ത പ്രത്യേകം ഞാൻ അവരോട് നന്ദി പറയുകയാണ്. അതുപോലെ നല്ല കെയറായിട്ട് എന്നെ നോക്കിയവർ അവരോടെല്ലാവരോടും, അവരുടെ പേരെനിക്ക് എല്ലാവരുടെയും ഒന്നും അറിയില്ലെങ്കിലും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകം എന്നെ നോക്കിയതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്.